ഹായ്. നമ്മുടെ നാട്ടില് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പറയുന്ന ഒരു വാക്കാണ് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് എന്നൊക്കെ പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ആളുകൾക്കൊക്കെ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് വരുന്നതിനെക്കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് വരുന്നതിനെക്കുറിച്ചും അത് മാറ്റാനുള്ള കുറച്ച് ടിപ്സിനെ കുറിച്ചുമാണ്. എന്താണ് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പലപ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടത്തില്ല എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഫീൽ ചെയ്യുന്ന ചില അവസരങ്ങളിലാണ് പലപ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ടെൻഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷനൊക്കെ നമുക്കുണ്ടാവുന്നത് ഒന്നുകിൽ ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം. നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഒരേ സാഹചര്യങ്ങളെ തന്നെ ജീവിതത്തിൽ പല വ്യക്തികളും പല രീതിയിൽ നോക്കിക്കാണുന്നതായിട്ട് കാണാം. ഒരു സെയിം സിറ്റുവേഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പരീക്ഷ, ഒരു എക്സാമിനേഷൻ വന്നപ്പോൾ നമ്മളെപ്പോഴും പത്രത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, എക്സാമിനേഷൻ വന്നു കഴിയുമ്പോൾ ചില കുട്ടികൾ മാർക്സ് റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി എന്നുള്ളതിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്യുന്ന പോലെയുള്ള ന്യൂസുകളൊക്കെ നമ്മളെപ്പോഴും കാണാറുണ്ട്. അപ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിച്ചാൽ അറിയാം, എന്തുകൊണ്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് ചോദിച്ചാൽ പരീക്ഷയിൽ ഫെയിലായിട്ടാണെന്ന് പറയും. അപ്പോൾ പരീക്ഷയിൽ ഫെയിലാകുന്ന എല്ലാ കുട്ടികളും ആത്മഹത്യ ചെയ്യാറുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ പരീക്ഷയിൽ ഫെയിലാവുക എന്ന് പറയുന്ന സിറ്റുവേഷൻ്റെ റിസൾട്ടാണ് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയിൽ ഫെയിലാവുക എന്ന സാഹചര്യം ആത്മഹത്യ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പരീക്ഷയിൽ ഫെയിലാവുന്ന എല്ലാ കുട്ടികളും ആത്മഹത്യ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സാഹചര്യത്തെ തന്നെ പല വ്യക്തികളും പല രീതിയിലാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ഓരോ വ്യക്തിയും ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഒരു മനുഷ്യന് ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഒരു ഇവൻറ്റിന്, ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് യാതൊരു മീനിങ്ങും ഇല്ല. നമ്മളാണ് ആ സിറ്റുവേഷന് ഒരു മീനിങ് നൽകുന്നത്. ഒരു ഇവൻറ്റ് ഡസ് നോട്ട് ഹാവ് എ പ്രോപ്പർ മീനിങ് ആൻഡ് വി ആർ ഗിവിങ് മീനിങ് ടു അ ഇവൻറ്റ്. അപ്പോൾ ഒരു ഇവൻറ്റിന് നമ്മളാണ് എപ്പോഴും ഒരു മീനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് മീനിങ് ഒരു ഇവൻറ്റിന് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് സ്ട്രെസ്സോ അല്ലെങ്കിൽ ടെൻഷനോ കൊണ്ടുവരുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലും സംഭവിക്കുന്ന പല സംഭവ വികാസങ്ങളെയും നമ്മൾ കാണുന്നത് ഒരു നെഗറ്റീവ് അപ്രോച്ചിലൂടെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മീനിങ് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ മറക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ടെൻഷനോ സ്ട്രെസ്സോ അല്ല കൊണ്ടുവരുന്നത്. ചില ആളുകൾ വളരെ നല്ല രീതിയിലിരുന്ന് പ്രശ്നങ്ങളെ ഫൈറ്റ് ചെയ്യുന്നത് കാണാം. ചില ആളുകൾ ടെൻഷൻ അടിച്ച് പിന്മാറി പോകുന്നതായിട്ടും കാണാം. ഈ ലോകത്ത് ഇന്ന് വരെ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം സംഭവിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചത് കൊണ്ട് ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു സോഴ്സും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ അടിക്കണോ അതോ പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒന്നാമത് പറയാനുള്ളത്, ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നതിന് മീനിങ് ഇല്ല. നമ്മളാണ് സിറ്റുവേഷന് മീനിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഒരു വ്യക്തി നമ്മളോട് ഇങ്ങനെ പെരുമാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ആ വ്യക്തി അങ്ങനെ പെരുമാറാതിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു, ആ വ്യക്തി അങ്ങനെ ചെയ്യാതിരിക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നു. അവിടെയും നമ്മളുടെ പ്രതീക്ഷകളാണ് പ്രശ്നം. അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുകയും പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അവിടെ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ മാത്രമാണ്. പ്രവർത്തിക്കാതിരിക്കുന്ന ആളിന് യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഓവർ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത് തീർച്ചയായും നമുക്ക് തന്നെ സ്ട്രെസ്സും ടെൻഷനും കൂടാനിടയാകും എന്ന് മറക്കാതിരിക്കുക. ഇനി അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറേ ടെക്നിക്കുകളുണ്ട്. അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രീതിങ് എക്സസൈസുകൾ ചെയ്യുക, റിലാക്സേഷൻ എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രീതിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ മാറ്റം വരാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊക്കെ അറിയാം, പെട്ടെന്ന് നമ്മളൊരു പ്രശ്നത്തിൽ നിന്നിട്ട് ആ പ്രശ്നത്തിനൊരു സമാധാനം കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ പോലും
ഹോ എന്ന് പറയുന്ന രീതിയിൽ ഒരു ദീർഘനിശ്വാസം വെളിയിലേക്ക് വിടുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊരു നമ്മളുടെ സ്ട്രെസ് റിലീസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ബ്രീത്തിങ്ങിനകത്ത് നമുക്ക് ഒരു ചേഞ്ച് വരുത്താൻ പറ്റും. ഒരു നല്ല ബ്രീതിങ് എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രീത്ത് ഇൻ എടുക്കുക, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക, കണ്ണൊക്കെ അടച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് ചെസ്റ്റിൽ വെക്കുക, റൈറ്റ് ഹാൻഡ് വയറിൽ വെക്കുക. അതിനുശേഷം നല്ലൊരു ലോങ് ബ്രീത്ത് ഇൻ എടുക്കുക. ബ്രീത്ത് ഇൻ എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ 1 2 3 4 5 6 7 വരെ കൗണ്ട് ചെയ്യുക. ഈ 1 to 7 കൗണ്ട് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ ബ്രീത്ത് ഇൻ എടുക്കുക. അതിനുശേഷം ഒന്ന് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ആ ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ 1 2 3 എന്ന് കൗണ്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും 1 2 3 4 5 6 7 കൗണ്ട് ചെയ്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അഗെയിൻ 1 2 3 എണ്ണുന്ന സമയം കൊണ്ട് ഈ ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്യുക. അങ്ങനെ 7 3 7 3 എന്ന് പറയുന്ന മെത്തേഡിൽ ബ്രീത്ത് ഇൻ എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു, വീണ്ടും ഹോൾഡ് ചെയ്യുന്നു, അഗെയിൻ ബ്രീത്ത് ഇൻ. ഇങ്ങനെയുള്ളൊരു ബ്രീതിങ് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ടെൻഷൻ ഒന്ന് കുറയ്ക്കാനും അല്ലെങ്കിൽ സ്ട്രെസ്സിൽ നിന്നൊന്ന് റിലാക്സ് ആവാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഹാൻഡ് സെൻസിറ്റൈസ് ചെയ്തതിന് ശേഷം നമുക്കറിയാം നമ്മുടെ കൈയുടെ ഉൾവശത്ത് നല്ല രീതിയിൽ അടുത്ത് കൈവച്ച് നന്നായി പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കണ്ണൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം ബ്രീത്ത് നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. എടുക്കുന്ന സമയത്ത് നമ്പർ 1 കൗണ്ട് ചെയ്യുക. 1 കൗണ്ട് ചെയ്തുകൊണ്ട് നമ്മൾ ബ്രീത്ത് ഇൻ ഉള്ളിലേക്ക് എടുക്കുന്നു. ബ്രീത്ത് ഔട്ട് പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന നിശ്വാസവായു എന്ന് പറയുന്നത് റെഡ് കളറിലാണെന്ന് ഇമാജിൻ ചെയ്യുക. എഗെയിൻ നിങ്ങൾ രണ്ടാമത്തെ ബ്രീത്ത് എടുക്കുന്നു. ബ്രീത്ത് എടുക്കുന്ന സമയത്ത് 2 എന്ന് പറയുന്ന നമ്പർ കൗണ്ട് ചെയ്യുന്നു. ബ്രീത്ത് ഔട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ബ്ലൂ കളറിലുള്ള എയർ പുറത്തേക്ക് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. എഗെയിൻ നമ്പർ 3 എന്ന് കൗണ്ട് ചെയ്തുകൊണ്ട് ബ്രീത്ത് ഇൻ എടുക്കുന്നു. ഗ്രീൻ കളറിൽ ബ്രീത്ത് ഔട്ട് എയർ പുറത്തേക്ക് വിട്ടുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇതൊരു 5 ടൈംസ് ഈ 3 കളേഴ്സും മാറിയും തിരിച്ചും നിങ്ങൾക്ക് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം വളരെ നല്ല രീതിയിൽ സ്ട്രെസ്സ് നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത വേറൊരു ടെക്നിക്ക് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരു ദിവസം നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ടെൻഷൻ തരുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊരു പേപ്പറിലൊന്ന് എഴുതി വെക്കുക. അതിനുശേഷം ഈ ടെൻഷൻ തരാനുണ്ടായ മൂലമായ റീസൺ ബേസ് റൂട്ട് ഇഷ്യൂ അതും കൂടി നിങ്ങളൊന്ന് എഴുതി വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു 1 2 ചെറിയ വിഷയങ്ങളിലാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് ടെൻഷൻ അടിച്ച് മാറിയത്. അപ്പോൾ ചെറിയ ഒരു വിഷയം ഒരുപാട് കാര്യങ്ങളിൽ ടെൻഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു ദിവസത്തെ മുഴുവൻ അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ ദിവസങ്ങളെ മുഴുവനും മറിച്ച് നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ മുഴുവനും ബാധിക്കാൻ ഈ ഒരു സ്ട്രെസ്സിന് ചെറിയൊരു സ്ട്രെസ്സിന് കഴിയുന്നത് ചെറിയൊരു സ്ട്രെസ്സ് മൾട്ടിപ്പിൾ ടെൻഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ചെറിയൊരു വിഷയം മൾട്ടിപ്പിൾ സ്ട്രെസ്ഫുൾ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ടെൻഷൻ തരുന്ന മാറ്റേഴ്സോ ആക്കി മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ആ ഒരു ചെറിയ സിറ്റുവേഷൻ ഇത്രമാത്രം ടെൻഷൻ തരാൻ പറ്റുമെങ്കിൽ ദിവസങ്ങൾ കഴിയുന്തോറും ഇത് നിങ്ങളെ എത്രമാത്രം ബാധിക്കുമെന്ന് തിരിച്ചറിയുക. ഒരു ടെൻഷനെ നേരിടാനുള്ള വഴി അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ നേരിടാനുള്ള വഴി ഒരിക്കലും ടെൻഷൻ അല്ല, മറിച്ച് ടെൻഷൻ മറച്ചു വെച്ചിട്ട് ആ പ്രശ്നത്തെ ഫൈറ്റ് ചെയ്യാനുള്ള വഴികളാണ്. അടുത്തതായിട്ട് 4മതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ കൂടുന്ന സമയത്ത് നമുക്ക് കുറേ ഫിസിക്കൽ എക്സസൈസുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒന്ന് നന്നായി ബോഡി സ്വെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് നടക്കാനോ ഓടാനോ ചാടാനോ ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ബോഡിയിൽ ഒന്ന് വേർക്കുന്ന രീതിയിൽ കുറച്ച് ഫിസിക്കൽ എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറേ അധികം തന്നെ സ്ട്രെസ്സിനെ ഇല്ലാതാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇനി 5മത് ഒരു മെത്തേഡ് കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, സ്ട്രെസ്സായിട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്കിരിക്കുന്നത് ടെൻഷൻ കൂട്ടാനും സ്ട്രെസ്സ് കൂട്ടാനും ഇടവരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ബിസി ആവാനായിട്ട് ശ്രമിക്കുക. കാരണം ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും ടെൻഷൻ കൂടാനുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ടെൻഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ ദേവിരാജ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.